മാഹി ബൈപ്പാസിലൂടെ കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് ചോളി ഉപകാരപ്പെടും. കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ മാഹി ബൈപ്പാസിൽ നിന്ന് മാഹിയിലുള്ള റേറ്റിന് ഇനി ഈസി ആയിട്ട് എണ്ണടിക്കാം. ഈ കാണുന്ന മാഹി എന്നുള്ള ബോർഡ് കണ്ടില്ലേ, ആ ബോർഡ് കഴിഞ്ഞതിന് ശേഷം, അതായത് പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആക്കുക. ഈ ഒരു പുളിമരം ഓർത്ത് വെച്ചോളൂ, പുളിമരത്തിനോട് ചേർന്നിട്ടുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആകുക. അതായത് സിഗ്നൽ എത്തുന്നതിന് മുമ്പുള്ള ആദ്യത്തെ എക്സിറ്റ്. ഇവിടെ നിന്ന് എക്സിറ്റ് ആയിട്ട് സർവീസ് റോഡിലൂടെ നേരെ വെച്ച് പിടിക്കുക, മുന്നോട്ട് തന്നെ പോകുക. മുന്നോട്ട് പോയിട്ട് സിഗ്നൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും സർവീസ് റോഡിലൂടെ, സിഗ്നൽ കഴിഞ്ഞിട്ട് സിഗ്നലിലോട് നിന്ന് ഇറങ്ങണ്ട എന്ന് കരുതിയിട്ടാണ് ആദ്യത്തെ എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആകാൻ പറഞ്ഞത്. വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രം മണ്ണുള്ള റോഡുള്ളൂ. സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. മണ്ണിട്ട റോഡാകുമ്പോൾ വലിയ വാഹനങ്ങൾ പോകുക എന്നുള്ള ചോദ്യം വന്നേക്കാം. സുഹൃത്തുക്കളെ, 6 വീൽ വണ്ടി വരെ ഇതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് നിന്നുള്ള ആളുകൾക്ക് സുഖമായിട്ട് ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് പമ്പിൽ നിന്ന് എണ്ണ അടിച്ച് കണ്ട് സുഖമായിട്ട് തന്നെ തിരിച്ച് ഈ ഒരു ഹൈവേയിലോട്ട് കയറാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ മാഹിയിലുള്ള റേറ്റിന് നമുക്ക് എണ്ണ അടിക്കാനും പറ്റും. എണ്ണ അടിച്ച് തിരിച്ച് ബൈപ്പാസിലോട്ട് കയറുമ്പോൾ അധികം ചുറ്റി വളയാതെ നല്ല സുഖമായിട്ട് തന്നെ അന്തസ്സോടെ എൻട്രി പോയിന്റിലൂടെ തന്നെ എൻട്രി ആകാം നമുക്ക് മെയിൻ ഹൈവേയിലോട്ട്. എണ്ണ ലാഭിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്തോടത്തേക്ക് ഇവരൊക്കെ അറിഞ്ഞോട്ടെ ഇങ്ങനെ എളുപ്പത്തിൽ അവിടെ എത്താൻ പറ്റുന്നുള്ളൂ. കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ മാഹി റേറ്റിന് എണ്ണ അടിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഓപ്ഷനാണ് ഈ പറഞ്ഞ റൂട്ട് കേട്ടോ. അപ്പോൾ മറക്കണ്ട.